ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നർ റെസിപ്പി എന്നൊക്കെ പറയാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഗ്രീൻ പീസ് കൊണ്ട് നമ്മൾ അധികം കറികൾ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട്, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഈ ഗ്രീൻ പീസ് കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ എങ്കിലും മിനിമം കുതിർക്കാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 60% വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതാ ഈ ഒരു കണക്കിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി സമയം ഇത് എന്താ പറയുക ഉടഞ്ഞ് വരുന്ന പോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് മാക്സിമം ഒരു 3 അത്രയും വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് അതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയുക. ഇതാ നമ്മുടെ ഈ ഒരു അരിപ്പയിൽ ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് നമ്മൾ വെള്ളം കൂറ്റി കളഞ്ഞിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതാ ഈ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഇഞ്ചിയുടെ ഫ്ലേവർ വേണ്ട, ഒരു പേരിന് മതി. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇതിപ്പം ചെറിയ വെളുത്തുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലി വരെ ആവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ്. ഇതാണ് എരിവിന് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിന് വലിയ എരിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് എന്നുള്ളത് 2 എണ്ണാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് തൈരാണ്. നല്ല കട്ടിയായിട്ടുള്ള തൈര് എടുക്കുക. എന്നാൽ ഒത്തിരി പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ തൈരിലത്തെ വെള്ളവും അതുപോലെ നമ്മൾ ആ ഒരു ഗ്രീൻ പീസിനകത്തുള്ള വെള്ളമൊക്കെ അത്രയും മതിയാവും. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു കണക്കിന് നല്ലൊരു പച്ച കളർ ഒരു പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നൊരു സ്പൂണിൽ കാണിക്കാം കേട്ടോ. ശരിക്കും നല്ല മഷി പോലെ തന്നെയാണ് അരഞ്ഞു വരിക. നമ്മളതൊരു 70% അല്ലെങ്കിൽ ഒരു 60% ഗ്രീൻ പീസ് കുക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഇത് ഈ മിക്സിയിൽ ഈ ഒരു തൈരും കൂടെ ഒക്കെ ചേർത്ത് അടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അടിച്ച് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് അടിച്ചിട്ടുള്ള മിക്സിയുടെ ജാറ് ഇതിനകത്തൊക്കെ ഇച്ചിരിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർത്ത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഒഴിക്കാം. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ മിക്സി ജാറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അല്പം കൂടെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതായത് 2 ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അല്പം സവോള, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവോള ഒന്നും ഒത്തിരി വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ സവോള കടിക്കാൻ അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സവോള സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു മസാല ടേസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിനി ചാട്ട് മസാല വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അത് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഗ്രീൻ പീസിൽ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം നമുക്ക് ഈ ഉള്ള ആ ഒരു ഗ്രീൻ പീസിൻ്റെ ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഈ റവയ്ക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം ആ വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ റവ ഒന്ന്
ഈ വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ അത് അവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇത് ഇപ്പം നമ്മൾ നേരത്തെ ഇച്ചിരി വെള്ളത്തിലോട് കൂടിയാണ് ഇത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ വെള്ളമെല്ലാം വറ്റി ആ വെള്ളമൊക്കെ കുടിച്ച് റവ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇച്ചിരിയും കൂടെ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ അതിനൊരു കണക്ക് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ മാവിൻ്റെയും ഗ്രീൻ പീസിൻ്റെ ഒരു മിക്സിൻ്റെ ഒക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. അതാണ് നമ്മുടെ ഈ ഒരു ദോശയുടെ അല്ലെങ്കിൽ ഒരു അപ്പം എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദോശ പോലെ അല്ല, ദോശ എന്ന് പറയാനൊക്കത്തില്ല, കാരണം ദോശ നമ്മൾ വളരെ കനം കുറച്ചിട്ടല്ല ഉണ്ടാക്കുക. ഇത് ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇഡ്ഡലിയിലൊക്കെ മാവ് കോരി ഒഴിക്കുന്ന ആ ഒരു പരുവം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇതിനകത്തോട്ട് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതോടൊപ്പം തന്നെ ഇച്ചിരി വെള്ളം അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് അത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ബേക്കിംഗ് സോഡയ്ക്ക് പകരം എന്ത് ചേർക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈനോ ചേർത്ത് കൊടുക്കാം. ഈനോ ഒരു പാക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും, ചെറിയൊരു സാഷേ പോലത്തെ ഒരു പാക്കറ്റാണ്. അതൊരു പാക്കറ്റ് ചേർത്ത് കൊടുത്തെന്നാലും നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഇത് നല്ലൊരു സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കൊച്ചു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതിൽ ഒരു താളിപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം, അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് സാധാരണ നമ്മൾ താളിച്ചെടുക്കുന്നത് പോലെ തന്നെ താളിക്കുക. അത് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു താളിപ്പിൻ്റെ കൂടെ ടേസ്റ്റ് വരുമ്പോഴാണ് ഇതിന് എക്സ്ട്രാ രുചി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബാറ്റർ നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ പല തരത്തിലുണ്ടാക്കാം. നിങ്ങൾക്ക് ദോശയായിട്ട് ഉണ്ടാക്കാം, അതായത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നല്ല കട്ടിയായിട്ടുള്ള ദോശയായിട്ട് ഉണ്ടാക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ നിങ്ങൾക്കൊന്ന് വറുത്തെടുക്കാം, ഒന്ന് സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ അത്ര എണ്ണയുടെ ആവശ്യമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിലുണ്ടാക്കാം. പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന തടുക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാത്രമാണിത്. ഇതിനകത്ത് നമുക്ക് നല്ല കുഴി പോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു ചട്ടിയിലാണ്. നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പാത്രങ്ങളിലും പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് അല്പം ആ പാത്രത്തിലോട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം മാവ് ഒരു കയ്യിലാണ് ഞാൻ കോരി ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതായത് സൈഡിൽ അല്പം കൂടെ ഒന്ന് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ പെട്ടെന്ന് കരിയും, കാരണം റവയാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് തിരിച്ചിടണം. ഇതുപോലത്തെ കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ പെട്ടെന്ന് തന്നെ നമുക്കിതാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടെ വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ്. ആ ഒരു താളിപ്പ് ഇല്ലാതെ ഉണ്ടാക്കരുത്, താളിപ്പോട് കൂടെ തന്നെ ഉണ്ടാക്കണം. എങ്കിലാണ് ഇതിനൊരു സൈഡ് കറിയുടെയും ആവശ്യമില്ല സത്യം പറഞ്ഞത്, അത്രയും സ്വാദാണ്. പിന്നെ ഈ ഒരു സ്വാദിനേക്കാൾ ഉപരി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത് കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഞാനൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിരുന്നു ഈ അപ്പം കഴിക്കാനായിട്ട്, വളരെ സോഫ്റ്റും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിത് ഗ്രീൻ പീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇത് ഗ്രീൻ പീസ് ആണ് ഇതിനകത്ത് ഉള്ളതെന്ന് ഒരിക്കലും പറയത്തില്ല. നമുക്ക് ആ ഗ്രീൻ പീസിൻ്റെ ഒരു സ്വാദ് നമുക്ക് കിട്ടില്ല, പക്ഷേ ആ ഗ്രീൻ പീസിൻ്റെ എല്ലാ ഒരു ഹെൽത്ത് ബെനിഫിഷ്യലൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചട്നിയൊക്കെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഞാൻ
ഞാൻ ഇതിന് വേണ്ടി ചട്നി ഉണ്ടാക്കിയില്ല എന്ന് മാത്രം. ഇന്ന് വീട്ടിലുള്ള കറികളൊക്കെ ഉച്ചക്കലത്തെ കറികൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ഇത് ഈ ഒരു അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.